ഉരുൾ ദുരന്തത്തിൽ പല ദിക്കിലേക്ക് ചിതറിപ്പോയവരുടെ വൈകാരികമായ കൂടിച്ചേരലുകൾക്കാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചൂരൽമല സാക്ഷ്യം വഹിച്ചത്. ഭൂപടത്തിൽ നിന്നും മാഞ്ഞുപോയ മുണ്ടക്കൈ വാർഡിലെ അവശേഷിക്കുന്ന വോട്ടർമാരാണ് ചൂരൽമലയിലെത്തി വോട്ട് രേഖപ്പെടുത്തിയത്. പോയ കാല ആരവമില്ലെങ്കിലും വേദനകൾ ഉള്ളിലൊതുക്കിയാണ് ജനാധിപത്യ പ്രക്രിയയിൽ അവർ ഭാഗമായത്. മാഞ്ഞുപോയ മുണ്ടക്കൈ. തിരഞ്ഞെടുപ്പ് കാലം ആരവങ്ങൾക്ക് വേദിയായ ചൂരൽമലയിൽ ഇന്ന് ആ കാഴ്ചകളില്ല. ഉരുൾ വിതച്ച നാട്ടിൽ നിന്നും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് പലായനം ചെയ്യപ്പെട്ടവർ ഒരിക്കൽ കൂടി വോട്ട് ചെയ്യാനായി പിറന്ന നാട്ടിലെത്തി. വോട്ടെടുപ്പിൽ ബൂത്തിൽ സജീവമായിരുന്ന പല മുഖങ്ങളും ഇന്നില്ലെങ്കിലും പരസ്പരം അവർ വിശേഷങ്ങൾ പങ്കുവച്ചു. ജില്ലാ ഭരണകൂടം ഒരുക്കിയ വോട്ട് വണ്ടിയിൽ വന്നിറങ്ങിയവരെ പൂക്കൾ നൽകിയാണ് വരവേറ്റത്. കഴിഞ്ഞ തവണ 73% പോളിംഗ് നടന്ന മുണ്ടക്കൈ വാർഡ് പുനർനിർണയത്തിൽ ചൂരൽമലയിൽ കൂട്ടിച്ചേർത്തു. 1236 വോട്ടർമാരുണ്ടായിരുന്ന ബൂത്തിലെ 110 പേർ ഇത്തവണയില്ല. അട്ടമല ബൂത്തിലെ 16 പേരും ദുരന്തത്തിൽ പൊലിഞ്ഞുപോയി. ദുരന്തത്തിൽ 298 ജീവനുകളാണ് പൊലിഞ്ഞത്. ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടം തകർന്നതോടെ ചൂരൽമലയിലെ സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് ഹാളിലും മദ്രസ കെട്ടിടത്തിലുമാണ് പോളിംഗ് ബൂത്ത് ഒരുക്കിയത്. അമൃത ന്യൂസ്, വയനാട്.